മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നടുറോഡിൽ വിമാനം പറന്നിറങ്ങിയാൽ എങ്ങനെയിരിക്കും? അത് തിരക്കേറിയ നടുറോഡിൽ ഒരു കാറിന് മുകളിലേക്കാണ് വിമാനം പറന്നിറങ്ങിയാലോ? ഫ്ലോറിഡയിൽ സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം റോഡിൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ മെറിറ്റ് ഐലൻഡിലെ ഇന്റർസ്റ്റേറ്റ് 95 ഹൈവേയിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് മുകളിലൂടെ റോഡിലെ ഫ്രീ വേയിൽ പറന്നിറങ്ങിയ വിമാനം ഇടിച്ച കാർ അപകടത്തിൽപ്പെട്ട യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഫിക്സഡ് വിംഗ് ബീച്ച് ക്രാഫ്റ്റ് 55 ചെറുവിമാനമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് 5:45 യന്ത്ര തകരാറിനെ തുടർന്ന് റോഡിൽ എമർജൻസി ലാൻഡിംഗ് നടത്തിയത്. ലാൻഡിംഗിന് ശ്രമിക്കുന്നതിന് തൊട്ടു മുൻപ് എഞ്ചിൻ തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ലാൻഡിംഗ് നടത്തുന്നതിനിടയിൽ വിമാനം ഇടിച്ച് ഒരു കാറിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. വാഹനത്തിൽ ഉണ്ടായിരുന്ന 2 യുവാക്കൾ വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു. വിമാനം ലാൻഡ് ചെയ്തതിനിടയിൽ മുന്നിലുണ്ടായിരുന്ന കാറെ തട്ടുകയായിരുന്നു. അടിയന്തര ലാൻഡിംഗിന്റെ വിശദാംശങ്ങൾ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ സ്ഥിരീകരിച്ചു. എഞ്ചിൻ തകരാറ് സംബന്ധിച്ചും ക്രാഷ് ലാൻഡിംഗിന് കാരണമായ സാഹചര്യങ്ങളും സംബന്ധിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് എന്ന് ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. വിമാന കമ്പനിയാണെങ്കിലും വിമാനം പറക്കാത്തതാണ് ഇൻഡിഗോയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത. ഓരോ ദിവസവും പിന്നിടുമ്പോഴും ഇൻഡിഗോയുടെ റദ്ദാക്കുന്ന വിമാനങ്ങൾ കുറയുന്നുണ്ടെങ്കിലും കമ്പനിയുടെ ഓഹരി നേടുന്ന നഷ്ടത്തിന് കുറവില്ല. 6 വ്യാപാര സെഷനിലായി 16% ഇടിവാണ് ഓഹരിയിൽ ഉണ്ടായത്. ഏകദേശം 37,000 കോടി രൂപ കമ്പനിയുടെ വിപണി മൂല്യത്തിൽ നിന്നും ഒലിച്ചുപോയി. അതുപോലെ തന്നെ 37,000 കോടി രൂപയാണ് ഇൻഡിഗോയ്ക്ക് നഷ്ടമായത്. തിങ്കളാഴ്ചയിലെ 10% ഇടിവോടുകൂടി 7ാം ദിവസമാണ് ഇൻഡിഗോ ഗ്ലോബൽ ഏവിയേഷന്റെ ഓഹരികൾ നഷ്ടത്തിൽ ക്ലോസ് ചെയ്തത്. തിങ്കളാഴ്ച ഓഹരി 4,842 രൂപയിലെത്തി. അതേസമയം ഇന്ത്യയുടെ ആഭ്യന്തര വിമാന സർവീസുകളിൽ 66% വിപണി ഇന്നും ഇൻഡിഗോയ്ക്കാണ്. ഇന്ത്യയിലെ വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ ഓഹരി ഇനി കുതിക്കുമോ എന്ന് കണ്ട് അറിയേണ്ടതുണ്ട്. എന്തായാലും ഓഹരിക്ക് വാങ്ങാൻ നിർദ്ദേശം നൽകുകയാണ് ബ്രോക്കറേജ് സ്ഥാപനമായ UBS. പക്ഷെ ഓഹരിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ലക്ഷ്യവില 6,350 രൂപയെ ആക്കിയിട്ടുണ്ട്. 2026-28 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ ചെലവ് വർദ്ധിക്കുമെന്നാണ് പ്രവചനം. FTDAയിൽ ചട്ടങ്ങൾ പാലിക്കാൻ ഇൻഡിഗോയ്ക്ക് പുതിയ പൈലറ്റുമാരെ നിയമിക്കേണ്ടതും രൂപ ഇടിയുന്നത് കാരണമുണ്ടാകുന്ന ഉയർന്ന പ്രവർത്തന ചെലവ് വർധനവുമാണ് കമ്പനിയുടെ ചെലവ് ഉയരാൻ കാരണമായും UBS കണക്കാക്കുന്നത്. എന്നാൽ വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവീസ് ഓഹരിയുടെ ദീർഘകാല വളർച്ച സാധ്യത കണക്കാക്കുന്നതായും UBS പറഞ്ഞു. ഇൻവെസ്റ്റെക് ഓഹരി വിൽക്കാനാണ് ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഇൻഡിഗോ സമാനമായ രീതിയിൽ നടപടി തുടരുകയാണെങ്കിൽ കേന്ദ്രം കർശനമായ നടപടി സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്.